മറുനാടൻ കിച്ചണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സൂപ്പാണ്. അതിന് നമ്മളൊരു സൂപ്പ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് NRE ഈ ജോലിക്കാർക്കും ബിസി ലൈഫ് ഉള്ളവർക്കുമൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സൂപ്പാണ്. വെറും 21 മിനിറ്റ് കൊണ്ട് നമുക്ക് സൂപ്പ് റെഡിയാവും. ജോലിയൊക്കെ കഴിഞ്ഞു വന്നു അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ലിസ്റ്റിൽ കൊടുക്കും. ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. കട്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് 1 പീസ് ഓണിയൻ മാറ്റി വയ്ക്കുന്നു. കട്ട് ചെയ്ത് ക്യാരറ്റ് ഒരുവിധം മീഡിയം സൈസാണ്. ഒരു 3 പീസ് ക്യാരറ്റ് മതി. ബ്രൊക്കോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഫുഡ് ഓഫ് ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. 1 പീസ് ഗാർലിക് കട്ട് ചെയ്യുന്നു. നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇത് നമ്മൾ ഇത്രയും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇതിലേക്ക് ഇടുന്നു. ഇനി നമുക്ക് എത്ര കപ്പ് സൂപ്പാ വേണ്ടെന്ന് വെച്ചാൽ അതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കും. ഒരു 2-3 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഇനി നമ്മള് ഈ ഫിസിക്കൽ ബോയിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ സൂപ്പ് മേക്കറിലേക്ക് ഇതെല്ലാം കൂടെ ആഡ്. ഇതൊരു സൂപ്പ് മേക്കറാണ്. ക്വിക്ക് ആൻഡ് ഈസി ഡെലിഷ്യസ് സൂപ്പ് മേക്കറാണ്. മോഫി റിച്ചാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ. നമുക്ക് ആവശ്യമുള്ള സോൾട്ടും പെപ്പറും ചേർത്ത് ഇത് അതിന്റെ ബാക്കി പാർട്ടാണ്. ഇതിങ്ങനെയാണ്. ഇത് ഗ്രൈൻഡറാണ്. ഇതെല്ലാം ഓട്ടോയാണ്. ഇത് ഓട്ടോ ഇല്ല. ഇതാണ് മെഷീൻസ്. ഇത് നമുക്ക് താഴെ കൊടുക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ആവശ്യക്കാർക്ക് മേടിക്കാമല്ലോ. നമുക്ക് ഓണി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്നത് സൂത്തി ക്രഞ്ചി ഉണ്ട്. പല മോഡുണ്ട്. അപ്പൊ നമുക്കിപ്പോ സൂത്തി ഈ ആയിട്ട് എടുക്കാം. 3 മണി അത് നമുക്ക് സൂത്തി മോഡലേക്ക് പോകണം. 21 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സൂപ്പ് റെഡി. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൂപ്പിലേക്ക് ആവശ്യത്തിന് ഫ്രഷ് ക്രീമാണ് നമ്മൾ ചേർക്കുന്നത്. ഏതാണ്ട് 1 കപ്പ് സൂപ്പിന് ഒരു 3 ടേബിൾ സ്പൂൺ എന്ന രീതിയിലാണ് നമ്മൾ ചേർക്കുക. ഇനി ഫ്രഷ് ക്രീം അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് കോക്കനട്ട് ക്രീം ഓർ കോക്കനട്ട് മിൽക്ക് ചേർക്കാവുന്നതാണ്.